ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമുക്ക് സർവീസിന് അയച്ച പ്രൊജക്ടറാണ് കേട്ടോ. അപ്പോൾ ഈ പ്രൊജക്ടറിൻ്റെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇതിന് പിക്ചർ ബ്ലറായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. അതായത് ഒരു കറക്റ്റ് ഫോക്കസ് ആവത്തില്ല. ഫോക്കസ് ആവാത്തതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ലെൻസ് യൂണിറ്റിനകത്തെ ഒരു ഇഷ്യൂസ് ആയിരുന്നു. അപ്പോൾ ആ ഒരു ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മളത് അഴിക്കാൻ നോക്കിയപ്പം ഈ പ്രൊജക്ടർ അഴിക്കാൻ ശരിക്കും പറ്റത്തില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ സ്ക്രൂസ് എല്ലാം തുരുമ്പായിപ്പോയി. നമ്മൾ കുറച്ച് പാടുപെട്ട് അഴിച്ചത്. കുറച്ച് 2 സ്ക്രൂസ് കട്ട് ചെയ്ത് മാറ്റണമെന്ന്. അങ്ങനെയാണ് നമ്മൾ ബോഡി ഒന്നും പൊട്ടാതെ തന്നെ അഴിച്ചപ്പോൾ ഉണ്ട് ഫുള്ള് പൊടിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. കാരണം ഒരുപാട് വർഷമായതാണല്ലോ പ്രൊജക്ടേഴ്സ് എല്ലാം. നമുക്കൊന്ന് റീസ്റ്റോർ ചെയ്തേക്കാമെന്ന് കസ്റ്റമർ പുള്ളി പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മളത് റീസ്റ്റോർ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ ഫുൾ പാർട്സ് അഴിച്ച് അതിൻ്റെ ബ്ലോവർ ഫാനുകളെല്ലാം അഴിച്ച് നല്ല ലീഫെല്ലാം നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്ത്, പ്രത്യേകിച്ച് അതിനകത്ത് പിന്നെ ഹാർഡ്വെയർ സെക്ഷനിൽ വന്നപ്പോഴത്തേനും ബോർഡിനോ അല്ലെങ്കിൽ പവർ സപ്ലൈക്കോ അല്ലെങ്കിൽ ഫാനിനോ ഒന്നും അങ്ങനെ പ്രോബ്ലംസ് ഒന്നും ഇല്ലായിരുന്നു. എന്തായാലും പക്ഷേ നല്ലപോലെ ഡസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളതെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തു. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് നമ്മൾ എന്താ പറയണ്ടേ, നമുക്ക് ബോഡി വരെ ശരിക്കും പറഞ്ഞാൽ ബോഡി ഫുൾ അഴിച്ച് നമ്മൾ വാഷ് ചെയ്ത് നമ്മൾ പുതിയൊരു പ്രൊജക്ടറാക്കി മാറ്റി. കാരണം അതിൻ്റെ ഒരു ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ മെയിൻ ലെൻസ് യൂട്ടിനകത്തെ ഗ്ലാസ്സുകൾക്കും അതിൻ്റെ ലെൻസിനും അതുപോലെ DMD ചിപ്പിനൊക്കെ ഫംഗസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ വൃത്തിയായിട്ട് തന്നെ ക്ലീൻ ചെയ്തു. അതിൽ ലെൻസ് യൂണിറ്റ് എല്ലാം ക്ലീൻ ചെയ്തു. അങ്ങനെ നമ്മൾ ലാസ്റ്റ് എല്ലാം ക്ലോസ് ചെയ്ത് പവർ ഓൺ ചെയ്ത് ചെക്ക് ചെയ്ത് അപ്പോൾ എന്തായാലും ഭംഗിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ നന്നായിട്ട് പോളിഷ് ചെയ്ത് നമ്മൾ ഏകദേശം നമുക്ക് അങ്ങ് ഫ്രഷ് പുതിയതുപോലെ ആക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ അത്യാവശ്യം നല്ലൊരു കണ്ടീഷനിലേക്ക് ആക്കിയെടുത്തിട്ടുണ്ട് പ്രൊജക്ടർ. എന്തായാലും സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള പ്രൊജക്ടറിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പർ നമ്മുടെ വീഡിയോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ബൈ.